ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മീ സിറ്റി സയ്യം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെടുമങ്ങാട് ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ ശാസ്താംപാറ എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ സ്ഥലം സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് നെടുമങ്ങാട് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്ഥലം കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് പോകാം. നമ്മൾ ഗേറ്റ് കഴിഞ്ഞ് അകത്ത് കയറി കഴിഞ്ഞു. നമുക്ക് ഈ പടിക്കെട്ട് വഴി നമുക്ക് നേരെ മേലിലോട്ട് കയറണം. നമുക്ക് മേലോട്ട് കയറാം. നമ്മളിവിടെ നിന്നും കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇതാ കണ്ടോ, കണ്ടില്ലേ? അങ്ങ് ദൂരെ നമുക്ക് മലനിരകൾ കാണാനായിട്ട് പറ്റും. സിനിമകളിലൊക്കെ കാണുന്ന നമുക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണും. ചൊറിയുന്നുണ്ട്. നേരെ മേലോട്ടേക്ക് പോകാം. ഇതാ ഇവിടെ 2 വഴി കാണുന്നുണ്ട്. ഇതുവഴിയും പോകാം, അതുവഴിയും പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് ഇത് കുറച്ച് അഡ്വഞ്ചറായിട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റെപ്പൊന്നുമില്ല. നമുക്ക് ഇത് കംപ്ലീറ്റ് പിടിച്ച് നമുക്ക് മണ്ടയിലോട്ട് കയറി പോവാം. നമുക്ക് എന്താ ചെയ്യുക, പാറ കയറാം. കമോ. അയ്യോ, അല്ല, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഫുൾ സിറ്റി കാണാനായിട്ട് പറ്റും. ട്രിവാൻഡ്രമാണെന്നാണ് തോന്നുന്നത്. അങ്ങ് ദൂരെ പൊന്മുടിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് ചെറുതായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഇരുന്നതാ, വെയിലൊക്കെ കനത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് കുറേ നേരം ഇവിടെ ഇരുന്ന് നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിലും ചൂടൊന്നും അറിഞ്ഞില്ല. ഇപ്പോഴും വെയിലടിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ല കാറ്റുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ല ഉയരത്തിലാണ്. ഇനി നമുക്കിത് ആ ബാക്ക് കാണുന്ന ആ സ്ഥലത്തോടൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടിമഞ്ചലൊക്കെ ഏറ്റിട്ട് ഇടിമഞ്ചലിൻ്റെ അടിയിലോട്ടൊക്കെ പോകാനുള്ള സെറ്റപ്പ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അധികം മഴയൊക്കെ ഉള്ള സമയത്ത് വരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ കണ്ടില്ലേ, ഫുൾ സിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. അവിടെ ഏവനൊക്കെ ആപ്പി ഫീസൊക്കെ കുടിച്ചിട്ട് എടുത്തിട്ടേക്കുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കുളമുണ്ട്. കുളത്തിൽ മീനുകളുമുണ്ട്. എന്ത് മീനാണെന്ന് പിടി കിട്ടുന്നില്ല. പക്ഷേ കുളത്തിൽ മീനുണ്ട്. ഇതാ വാൽമാക്രികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ആ പാറ ഇറങ്ങി നമ്മളിതാ അവിടെ എത്തി. ഇനി നമുക്ക് ഈ കാണുന്ന വഴി കൂടെ അപ്പുറത്തൊരു പാറയുണ്ട്, അങ്ങോട്ട് പോകണം. നമ്മളിതാ ആ കാണുന്ന മലയിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ ഇവിടെ എത്തി. ഇനി നമുക്കിതോ അവിടെ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് താഴെ വെച്ചൊരു പാർക്ക് കൊടുത്തിട്ട്. അപ്പോൾ ഇതാണ് ആ ക്ഷേത്രം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു അമ്പലമാണ്. അതാണ് ശാസ്താംപാറ എന്നറിയപ്പെടുന്നത് എന്ന് തോന്നുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ആ വന്ന സ്ഥലം എന്തോ അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ നിന്നാണ് നമ്മൾ കയറിയത്. കണ്ടില്ലേ? നമുക്കിവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ മലനിരകളൊക്കെ കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ? ചെറിയ രീതിയിൽ അതിൽ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് കാണാനായിട്ട് നമ്മുടെ കണ്ണിൽ കാണുന്ന ഒരു വ്യൂ നമുക്ക് എന്താ പറയുക, ഫോണിൽ കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അവിടെ കാണുന്ന പാർക്കിലോട്ട് നമുക്ക് പോകണം. നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു മരമാണ്. എന്നിട്ടും നമ്മൾ അതിൻ്റെ ഏകദേശം ഒരു ഹൈറ്റിൻ്റെ അത്രയും തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ അന്യായ വ്യൂ, ഒന്നും പറയാനില്ല. അടിപൊളി വ്യൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്താംപാറയിലുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും. ഇറ്റ്സ് മീ സിറ്റി സയ്യം.